ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാറ്റപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 33-34 വാക്യങ്ങൾ. യോസേഫും തൻ്റെ മാതാവും തന്നെക്കുറിച്ച് സംസാരിക്കപ്പെട്ടവയെക്കുറിച്ച് അത്യത്ഭുതപ്പെട്ടു. ശമവോൻ അവരെ അനുഗ്രഹിച്ച് മാതാവായ മറിയാമിനോട്, കണ്ടാലും ഇവൻ ഇസ്രായേലിൽ അനേകരുടെ വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും തർക്കത്തിൻ്റെ അടയാളത്തിനുമായി നിയോഗിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ തൃത്വ ഏകദൈവത്തിന് സ്തുതി. വിശുദ്ധ കന്യക മറിയമും യേശുവിൻ്റെ വളർത്തുപിതാവായ യോസേഫും തങ്ങൾക്ക് ജനിച്ച ആ പൊന്നോമന മകനെ യഹൂദ മത ആചാരപ്രകാരമുള്ള ശുദ്ധീകരണ ചടങ്ങുകൾക്കായി യെരുശലേം ദേവാലയത്തിലേക്ക് കൊണ്ടുവന്ന സമയം, മെശിഹായുടെ ആഗമനത്തിനായി കാത്തിരുന്ന നീതിമാനും ഭക്തനുമായ ശിമയോനെ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിൽ ആ സമയം ആ ദേവാലയത്തിൽ വരുവാനും ആ വന്യ വയോധികൻ കുഞ്ഞു പൈതലാം യേശുവിനെ തൻ്റെ കൈകളിലെടുത്ത് ദൈവത്തെ പുകഴ്ത്തി ആ മാതാവിനോടും പിതാവിനോടും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭം. മേരിയും യോസേഫും വളരെ യാദൃശ്ചികമായി കണ്ടുമുട്ടിയ ആ വൃദ്ധൻ്റെ വാക്കുകൾ കേട്ട് ആശ്ചര്യപ്പെടുകയാണ്. എന്താണ് ആ വൃദ്ധൻ്റെ വാക്കുകൾ? സർവ്വജാതികൾക്കും വെളിപ്പെടുവാനുള്ള പ്രകാശം, നിൻ്റെ ജനമായ ഇസ്രായേലിനും സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വത്തിൽ വരുന്ന രക്ഷകൻ യേശു. യഹൂദന്മാർക്ക് മാത്രമല്ല, സർവ്വജാതികൾക്കും വെളിപ്പെടുന്ന പ്രകാശമാണ് ക്രിസ്തു എന്ന് അടിവരയിട്ട് ആ വന്യവയോധികൻ ആ കുഞ്ഞു പൈതലാം യേശുവിൻ്റെ അമ്മ മറിയമിനോടും വളർത്തുപിതാവ് യോസേഫിനോടും പറയുന്ന ഒരു സമയം. ആ വാക്കുകളിൽ ആശ്ചര്യപ്പെടുന്ന മാതാപിതാക്കൾ ആ വൃദ്ധൻ അമ്മ മേരിയെയും യോസേഫിനെയും അനുഗ്രഹിക്കുകയാണ്. തലകൾ വണക്കി നിൽക്കുന്ന ആ അമ്മയെ നോക്കി ശമയോൻ പറയുകയാണ്, അനേക ഹൃദയങ്ങളിലെ വിചാരം വെളിപ്പെടേണ്ടതിന് ഇവനെ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും കാരണമാക്കും എന്ന്. അതെ, ഈ പൈതലിൻ്റെ യേശുവിൻ്റെ 2-ാം വരവ് അത് ഏതൊരു വിശ്വാസിക്കും ഒന്നുകിൽ അത് നിത്യ ജീവിതത്തിലേക്കുള്ള പുനരുത്ഥാനമാകാം, അതല്ല എങ്കിൽ അവൻ്റെ സുവിശേഷത്തിൽ വിശ്വസിക്കാത്തവർക്ക് അത് ന്യായവിധിയിലേക്കുള്ള വീഴ്ചയ്ക്കും കാരണമായേക്കാം എന്ന് അസന്നിഗ്ധമായി ആ വന്യ വയോധികൻ നമ്മൾ ഓരോരുത്തരോടും പറയുന്ന സമയം. ക്രിസ്തു തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു എന്ന്. യേശുവിൽ വിശ്വസിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും പ്രതീക്ഷ തരുന്ന വാക്കുകൾ എന്താണത്? മരിച്ചാലും ജീവിക്കുന്ന പുനരുത്ഥാനത്തിൻ്റെ വാഗ്ദാനം. ഒന്ന് മാത്രം അവൻ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്, അത് മറ്റൊന്നുമല്ല, നന്മ ചെയ്യുവാൻ. നമുക്ക് നന്മ ചെയ്ത് നമ്മുടെ ഓട്ടം ഓടി തീർക്കുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഓരോ ദിവസവും നന്മ ചെയ്യുവാൻ അവൻ തരുന്ന അവസരങ്ങൾ, ആ അവസരങ്ങൾ തക്കത്തിൽ ഉപയോഗിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.